ഞാൻ റോഡ് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു മലയാളീൻ്റെ കട ഉണ്ട്. ഞാൻ എന്നെ എവിടെയും കാണാൻ ചാൻസ് ഇല്ല. ഇല്ല 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 ഇല്ല. ഞാൻ എൻ്റെ വയറെന്താ അറിയോ നിറഞ്ഞിട്ടേ എനിക്ക് ഞാൻ പറയണേ. പിന്നെ പ്രവാസികൾക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം നിങ്ങളൊക്കെ നല്ല അടിപൊളി മനുഷ്യന്മാരാണ്. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ജോർദാനോട് യാത്ര പറയാൻ വേണ്ടി പോവാണ്. എൻ്റെ 25ാമത്തെ രാജ്യമായ സൗദി അറേബ്യയിലോട്ട് പോവാണ്. അൽ മദീന. അപ്പം മദീന, മക്ക അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നെ ഉംറ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉംറ വിസ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ ബസ് ഉണ്ട്. അപ്പം ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സാണ് എടുക്കണേ. ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഇന്ത്യൻ പൈസ കാണിക്കുന്നത് 15,000 രൂപയാണ് 2 മണിക്കൂറിന്. അപ്പം ഇവിടുന്ന് ഇപ്പം ഒരു ടാക്സി ഉണ്ട് ബോർഡർ വഴി. ആദ്യം ബോർഡർ വരെ ഒരു ടാക്സി, അവിടുന്ന് അടുത്ത ബസ്സിൽ മദീന, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 45 JD, ഏകദേശം 5,500 രൂപ. അപ്പം ഞാൻ അതിൽ കയറിയിട്ടാണ് ഇന്ന് പോണത്. ഇതാണ് വണ്ടി. ഓക്കെ, പുള്ളീൻ്റെ വീഡിയോ എടുക്കേണ്ട, അതാണ് ഇതാണ്. പുള്ളിക്ക് എന്താണെന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പം ഡ്രൈവർ പുള്ളി എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ബേക്കിലിരുന്നിട്ട് എൻ്റെ വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആണെന്ന് പോലും അറിയില്ല. വീഡിയോ എടുക്കാനാണ് ആൾക്കാർ ഇവിടെ വരുന്നതെന്ന് പോലും അറിയില്ല. അപ്പം ഏകദേശം എൻ്റെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 hours ഉണ്ടാവും. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും നാളെ രാവിലെ ആവും, എനിക്ക് ഉറപ്പാണ്. എപ്പോൾ എത്തും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജോർദാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോർദാൻ ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി ചീപ്പ് കൺട്രി. പൈസ ഉള്ളവർക്ക് ഭയങ്കര എക്സ്പെൻസീവും, ഇല്ലാത്തവർക്ക് ചീപ്പായിട്ടും വേണമെങ്കിൽ ജീവിക്കാം. പിന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഭയങ്കര എക്സ്പെൻസീവാണ് കയറി കാണാനും. പെട്ര, വാദിറാം, അക്കബ എല്ലാം അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പൊട്ടും, അറിയാലോ. 5,500 രൂപയാണ് പെട്രക്ക് കയറാൻ. ഓക്കെ, അപ്പം എന്തായാലും 25ാം രാജ്യം ബൈ ബോർഡർ, ലാൻഡ് ബോർഡറാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. എന്താവോ എന്തോന്നൊന്നും അറിയില്ല. കുഴപ്പമില്ലാണ്ട് കിടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം. ഉംറ വിസയ്ക്ക് എനിക്കായത് 3 മാസത്തെ ഉംറ വിസയാണ് കിട്ടിയിട്ടുള്ളത്. 12,500 രൂപ. ഇനി കുറച്ച് ചിലപ്പോൾ കിട്ടിയായിരിക്കാം. ഞാൻ അത്രയാണ് എനിക്ക് ആയത്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. ഇന്നിപ്പോൾ രാവിലെ 7 മണി ആയിട്ടുള്ളൂ യാത്ര തുടങ്ങി. ഇതൊരു സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ ഞാൻ ഫോണിൽ സംസാരിക്കുന്ന പോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആ ബോർഡറിലോട്ടുള്ള വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. ഓക്കെ, കിടിലൻ വഴിയാണ്. ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ബോർഡറിലോട്ട്. എന്നെ പറ്റിച്ചതാന്ന് തോന്നണേ. ഞാൻ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. കാരണം ഞാൻ ബോർഡറിൽ പോയിട്ട് 4-5 മണിക്കൂർ ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബസ് 3 മണിക്കൊക്കെ എടുക്കുള്ളൂ. ഞാൻ രാവിലെ ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം. നമ്മളങ്ങനെ ഫൈനലി ബോർഡറിനെ അടുപ്പിച്ചെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറമാണ് ബോർഡർ കേട്ടോ. അങ്ങോട്ടേക്ക് പോയ ബോർഡറാണ്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വെസ്റ്റേൺ യൂണിയനും ചെറിയൊരു കഫേയും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടി. ഇപ്പോൾ നമ്മളെ ഡ്രൈവർ എവിടെയോ പോയതാണ്. പുള്ളി ഇപ്പോൾ വരും. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് എമിഗ്രേഷൻ ഓഫ് ജോർദാൻ, ദെൻ സൗദി അറേബ്യൻ എമിഗ്രേഷൻ. عاملين اللفه لاخر الدنيا كده انت عارفين يعني يا عملوا لهم دخل على النفق. مره كانت اسئله ورا دكتوره الصفيه ما شفت الازمه.
ഞാൻ ഇവിടുത്തെ ബാത്റൂമിലാണുള്ളത്. ഇവിടെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ജോർദാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞു. $10 ജോർദാനി എന്തിനോ ടിക്കറ്റാണ് പോലും എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അതിനുശേഷം ഇമിഗ്രേഷനിൽ പോയി ജസ്റ്റ് സീലടിച്ച് തന്ന്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് ഇനി സൗദി അറേബ്യൻ്റെ അങ്ങോട്ട് പോകണം. അവിടെ എന്താണെന്നൊന്നും നോ ഐഡിയ. പിന്നെ ഇവിടെ ഇന്ത്യക്കാരിങ്ങനെ പണിക്ക് വരുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവർക്കൊരു ഡൗട്ട്, ഞാൻ ഇവിടെ പണിക്കാരനാണോ എന്താണ് ഉടായ്പാണോ. അപ്പോൾ പിന്നെ മോൻ കണ്ട ഒരു ഉടായ്പ ലുക്കും ഉണ്ട്. അപ്പോൾ ഇനി പോയി നോക്കട്ടെ എന്താവോ എന്തോന്ന് പോയി നോക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കിടന്നതിന് ശേഷം പറയേണ്ടി വരും. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗദി അറേബ്യൻ്റെ എമിഗ്രേഷനിലോട്ടാണ്. എമിഗ്രേഷൻ്റെ മുന്നേ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൗദി അറേബ്യയ്ക്ക് ഞാൻ ഉംറ വിസയാണ് എടുത്തിട്ടുള്ളത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഉംറ വിസ കിട്ടുക. ഇല്ലാത്തവർ പ്രോപ്പറായിട്ട് നമ്മൾ വിസിറ്റിംഗ് വിസ എടുക്കണം. അതിന് നമ്മൾ നാട്ടിൽ തന്നെ പിന്നെ അപ്ലൈ ചെയ്ത് നമ്മളെ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ചെക്ക് ചെയ്ത് അവിടെ പണിക്ക് വന്നതെന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇന്ത്യൻ പാസ്പോർട്ടിന് നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയവരെ. അപ്പം ഓക്കെ, യൂട്യൂബറാന്ന് പറയാനും പറ്റില്ല, ഞാൻ ഉംറ വിസയ്ക്കാണല്ലോ വന്നത്. ഞാൻ പറഞ്ഞു ഉംറ ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ പുറത്തിറങ്ങി. ഇയാൾ എന്നോട് പറഞ്ഞത് നിന്നെ ഇവിടുന്ന് നേരെ അടുത്ത ബസ് കയറ്റി വിടുന്നതാണ്. പക്ഷേ അയാൾ എന്നെ പറ്റിക്കായിരുന്നു. അതിൻ്റെ ഇതാണ് അടുത്ത വിഷ്വലിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, എനിക്ക് ഇവിടുന്ന് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി കയറുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് സൗദി അറേബ്യൻ ബോർഡറിൽ എന്നെ കൊണ്ട് ഇറക്കും രാവിലെ 11 മണിക്ക്. 11:30 ബസ് ഉണ്ടാവും തിരിച്ച് മദീനയിലോട്ട്. അവരെന്നെ പറ്റിക്കായിരുന്നു. ഞാൻ 11 മണിക്ക് അവിടെ എത്തിയപ്പോൾ അവരെന്നോട് പറയുക വൈകിട്ട് 6 മണിക്കാണ് ബസ് ഉള്ളത്, അല്ലെങ്കിൽ 5 മണിക്ക് ബസ് വരും. അവർക്ക് പ്രോപ്പറായിട്ട് ടൈം പോലും അറിയില്ല. നമ്മൾ തെറ്റ് ചെയ്ത പോലെ നമ്മൾ 5000 രൂപ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രോഷമാണ് ഇതിന് ശേഷമുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ശീലമില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള മലയാളീസ് ഞാൻ പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, അതൊക്കെ ഒരു ഇതിലെങ്ങനെ പോകും എന്ന് പറഞ്ഞു. പറയുന്നത് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ പറയണം. അവിടുന്ന് എടുക്കുമ്പോൾ വലിയ കാര്യത്തിൽ പിന്നെ പൈസയും വാങ്ങിയിട്ട് 5000-6000 റുപ്യയും വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുക ഓരോ ആൾക്കാർ. ഇതെന്താ പറയുക പ്രശ്നം, പിന്നെ ബാക്കിയുള്ളവരൊന്നും മറുപടി ഒന്നും പറയാത്തതുകൊണ്ടാണ്. ഇതുപോലത്തെ ഏതോ ബസ് വരും, ഇവനൊക്കെ ഉഡായിപ്പിൻ്റെ ആശാനാണ്. പിന്നെ എങ്ങനെ വിശ്വസിക്കും ഇവരൊക്കെ? ഒരു 5 പൈസയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ. ഇനി എത്ര നേരം ഇവിടെ നിൽക്കണമെന്നൊന്നും അറിയില്ല. ഇവിടെ കടകളൊക്കെ 12 മണിക്ക് തുറക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആരും ഇംഗ്ലീഷും സംസാരിക്കില്ല, ഒന്നും സംസാരിക്കില്ല. ഞാൻ ഈ ഏരിയയിൽ വല്ല ഇന്ത്യക്കാരോ മലയാളികളോ ഉണ്ടോ നോക്കട്ടെ. ഈ ബസ്സൊക്കെ ഇപ്പം ഇനി എങ്ങോട്ടാണോ പോണേ, നോ ഐഡിയ. എന്തായാലും വന്ന അന്ന് തന്നെ ഒരുമാതിരി പണി കിട്ടി. ഞാനിവിടെ സിം കാർഡ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ 20 ജോർദാനി ഉണ്ട്, അത് മാറ്റണം. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നടന്നു നോക്കട്ടെ. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സൗദി അറേബ്യ. എൻ്റെ വാപ്പൊക്കെ ഇവിടെ പണിയെടുത്താണ് 10-15 കൊല്ലം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പം ഒരു ശ്രീലങ്കക്കാരനെ കണ്ടു. അപ്പം പുള്ളി എനിക്ക് പിന്നെ 20 JD കൊടുത്തപ്പോൾ 100 റിയാൽ തന്നെ. ഓക്കെ, ഇതാണ് ഏകദേശം 105 കിട്ടേണ്ടതാണ്, പക്ഷെ 100 തന്നിട്ടുള്ളൂ. പിന്നെ അപ്പോൾ പുള്ളി ശ്രീലങ്കയിൽ നിന്നുള്ളതാണ്. പിന്നെ കാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പുള്ളി ശരിക്കും ഇവിടുത്തെ തൊട്ടടുത്തുള്ള ടൗണിലേക്കാണ് പോണത്. വേണം പുള്ളീൻ്റെ കൂടെ കയറി പോകും. പക്ഷേ ഞാൻ ഓൾറെഡി അവിടെ പൈസ കൊടുത്തു പോയി. 3000 റുപ്യേൻ്റെ അടുത്ത് ബസ്സിന് പൈസ കൊടുത്തു ഞാൻ. അതാണ് പ്രശ്നം. ആ പൈസ തിരിച്ചു വാങ്ങിയിരുന്നെങ്കിൽ അയാളെങ്ങാനും തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടി എങ്ങാനും ഇവിടെ ചവിട്ടിയാൽ അയാളെ ഞാൻ കൊല്ലും. പെട്രോൾ പമ്പ് നോക്കി, ഇവിടെ 2 സംതിങ് എത്ര കേട്ടോ ഡീസലിനും പെട്രോളിനൊക്കെ കാണിക്കുന്നത്. കുഴപ്പമില്ല. അപ്പം ഇത് ഞാൻ ചില്ലറാക്കണം. ഇതിപ്പം 100 എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 സംതിങ് എത്ര ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിലേ പിന്നെ പുള്ളി പറഞ്ഞ് ഇപ്പോൾ ചില്ലറ തരാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ അവിടെ നിന്ന് എന്തോ കിട്ടാണ്ട് പുള്ളിക്ക്. ഓരോ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഒരു 4-5 മണിക്കൂർ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം. എന്നിട്ട് ഇവിടുത്തെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് രാത്രി ഇവിടുന്ന് എങ്ങോട്ട് പോവുക, മദീനക്ക് പോവുക. പിന്നെ ഇവിടെ സിം കാർഡ് കിട്ടൂല. അടുത്ത ടൗണിൽ പോയാലേ സിം കാർഡ് കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ മുഷ്കിൽ. അപ്പോൾ ഗൈസ്, ശരിക്കും പുള്ളീനെ കിട്ടി. ശരിക്കും എനിക്ക് വണ്ടി കയറി പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പൈസ 2200 റുപ്യ 2500 റുപ്യ ഇവിടെ കൊടുത്തുപോയി. ഇല്ലേ ഞാൻ പോയേനെ. അപ്പം
പുള്ളീൻ്റെ പേര് പ്രേം എന്നാണ്, ശ്രീലങ്ക കൻഡി. അപ്പം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, വന്നവിടെ സഹായിച്ച പുള്ളിയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ, 300-800 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കേരള കടയുണ്ട്, അവിടെ പോയിട്ട് ചോദിച്ചു നോക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അപ്പോൾ ഞാൻ എന്താക്കി പുള്ളിയുടെ കൂടെ അവിടെ വരെ പോകാൻ വിചാരിച്ചു. ഇല്ലേ പുള്ളിയുടെ കൂടെ എനിക്ക് പോയിരുന്നു, മറ്റേ സക്കാക്ക വരെ പോയിരുന്നു. നല്ല AC ഉണ്ട്, സുന്ദരമായിട്ട് ഇതിലിങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. വിഷ്വൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോവായിരുന്നു. എത്ര മണിക്ക് സക്കാക്ക എത്തും നിങ്ങള്? ഒരു 6 മണിയാവും അല്ലേ? 4-5 മണിയാവും. സക്കാക്കന്ന് കിടക്കുമാ? ബസ് കിടക്കുമാ? എപ്പോഴും കിടക്കുമാ? ആണാ എൻ്റെ ബാഗ് ഉങ്കേതാ இருக்கு. പരവാല്ലേ, ഇതാണ് എക്സ്പീരിയൻസ്. ഞാൻ തമിഴിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. പുറത്ത് നല്ല ചൂടാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് ഞാൻ തിരിച്ച് നടന്നു വരണം കുറച്ച് കഴിഞ്ഞിട്ട്. അവിടെ ഏതെങ്കിലും ലോറി വരുമ്പോൾ ആ ലോറി കയറിയിട്ട് ഇങ്ങോട്ട് വരാം, അത്ര നടക്കുള്ളൂ. എന്തായാലും അടിപൊളി. പുള്ളി എന്നെ ഇവിടെ ഇറക്കിയിട്ട് പുള്ളി പോയിട്ടാ. ഇനിയിപ്പോൾ ഞാനത് ക്രോസ് ചെയ്യണം. പഠിച്ചോനെ, ഇതിൻ്റെ മേലെ കൂടെ ക്രോസ് ചെയ്താൽ ഇവരെന്നെ തല വിട്ടു. അപ്പോൾ ഞാൻ ഇനി അവിടെ വരെ പോകേണ്ടി വരും തോന്നുന്നു ക്രോസ് ചെയ്യണമെങ്കിൽ. അതൊരു മലയാളി കടയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കുറേ ടൈം ഉണ്ടായതുകൊണ്ടേ ഒരു മുഷ്കിലിനെ. അപ്പം ഇവിടെ പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ബോർഡറിൽ നിന്ന് ശരിക്കും ഞങ്ങൾ ഒരു 5 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും അടുത്ത ഇങ്ങനെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സിം കാർഡ് കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അവിടെ സിം കാർഡ് കിട്ടിയാൽ കുറച്ച് സിമ്മിലൊക്കെ കളിച്ച് നെറ്റൊക്കെ കളിച്ചിരിക്കുക. നല്ല വെയിലാട്ടാ, സമയം ഇപ്പം 11 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇതിലൂടെ ചാടിക്കിടക്കണ്ട, ഫസ്റ്റ് തന്നെ നിയമം അറിയാണ്ട് കിടന്നിട്ടേ വല്ല പോലീസ് അവിടെ ഒളിഞ്ഞിട്ടുണ്ടാവും. ആടുക്ക് ഫൈനെന്ന് പറയൂ. അവിടെ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി അവിടെ പോവാം. ഞാൻ റോഡ് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു മലയാളീൻ്റെ കട ഉണ്ടായിരുന്നു, മലയാളി കടയാണ്. ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ചെറിയൊരു അമളി പറ്റിയതാണ്, എനിക്ക് റെഡി ആയിക്കോളും ശീലമായിക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഇതാ നാട്ടിലെവിടെയാണ്? ഞാൻ മലപ്പുറം വളാഞ്ചേരി. പേര് ഇക്ബാൽ. ഇക്ബാൽക്ക. പിന്നെ വേറെ 2 ആൾ കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും മഞ്ചേരിയാ? സ്ഥലം എല്ലാവരും അവിടെ തന്നെ? ഓക്കെ. തിരൂര്. ആ, മലപ്പുറമാണ് എല്ലാവരും. മലപ്പുറം. കുറേ അവിടെ 12 വർഷം. ബോറടിക്കില്ല ഇവിടെ? 10 വർഷമായി. അപ്പോൾ ഇവരൊക്കെ 10 വർഷങ്ങളായി. പിന്നെ ഇവർ ഈ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പം വന്നവിടെ എനിക്ക് ഒരു ജ്യൂസ്, ഈ കമ്പനി ഞാൻ കുറേ കേട്ടിക്ക്. വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയോ സാധനം ഈ കമ്പനീൻ്റെ പേരിൽ കൊണ്ടുവരലുണ്ട്. വാപ്പ ഇവിടെ വർക്ക് ചെയ്ത് ആറംകോല് കബ്ജിയിൽ, കുവൈത്ത് പോട്ടെ. കുവൈത്ത് കൂടെ അതിന് വന്നെങ്കിൽ വാപ്പൻ്റെ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി കുറേ ടൈമുണ്ട്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരിക്കണേ ബസ് എത്ര മണിക്കാണ്. ഇവർ പറഞ്ഞ് 4 മണിക്ക് കിട്ടുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നോക്കാം, സിമ്മ് കിട്ടണേ കുറച്ചുകൂടി ദൂരം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കൂല. നോക്കല്ലേ, ഞാൻ അവർ ബുദ്ധിമുട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും സിമ്മ് സംഘടിപ്പിക്കും. അപ്പം നമ്മളിവിടുത്തെ കറൻസി ഇവിടെ പിന്നെ സൂപ്പർ മാർക്കറ്റിലായതുകൊണ്ട് എല്ലാ കറൻസിയും എനിക്ക് തന്നിക്കണ്. അപ്പോൾ ഏറ്റവും വലിയ നോട്ടാണ് എവിടെ പോയി 500 ഇതാട്ടോ. 500 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൈസ 10,000 റുപ്യ ഉണ്ട്. തിങ്കി ഗിഫ്റ്റ് അന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാണ്. 1 റുപ്യ പറഞ്ഞാൽ 22 റുപ്യ അല്ലേ? 21 സംതിങ്. ഇത് ഇവിടുത്തെ 200 കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. താങ്ക് യു, നോ പ്രോബ്ലം. പിന്നെ ഇത് ഇവിടുത്തെ 100. ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ത്യയിൽ മാത്രമേ കളർഫുൾ ഉള്ളൂ എന്നാണ്. ഇവിടെ നല്ല കളർഫുൾ നോട്ടുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 50 റുപ്യ ഒരു 1050 മുകൾക്ക് വരും. ഓ, അത്ര ഉണ്ടല്ലേ? വിളിക്കാം. 20. ഇത് ഇവിടുത്തെ 20. വേൾഡിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. G20. ഇത് G20ന്റെ ഭാഗമായിട്ട് ഇറക്കിയാണ്. അതിലാണ് 200 അല്ല, ഇന്ത്യത്തെ ഇവിടുത്തെ 2030 മറ്റേ ദുബായിൽ മറ്റേ പറഞ്ഞ പോലെ വലിയ പരിപാടി അടക്കം ഉണ്ടാവില്ലേ? ഇത് 10 കേട്ടോ. ഇതാണ് ഇവിടുത്തെ രാജാവ്. സൽമാൻ ബിൻ അല്ല, ഒരു ചെക്കൻ ഉണ്ടല്ലോ. അവൻ്റെ പൈസ ഇറങ്ങിയില്ല. മൂപ്പരാണ് ഇവിടുത്തെ വലിയ ഇതിലൊക്കെ കാണല്. ഇത് ഇവിടുത്തെ 5 കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറുത്, 1 റുപ്യ.
20 നോട്ടിലിട്ടോ കോയിൻസ് ഉണ്ടായിരുന്നു ചെറുത്. ആ ഉണ്ട്. ഇത് 22, നാട്ടിലത്തെ 22 റുപ്യ. കലാസ് ഒരു മിനിറ്റ്, വലിയ ഏറ്റവും വലുത് തന്നില്ല, തിരിച്ചു കൊടുത്തിങ്ങനെ കേട്ടോ, ഇനി കള്ളനാക്കില്ലിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറൻസീൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരു മാസം എത്ര റുപ്യ ചിലവ് വരും ജീവിക്കണമെങ്കിൽ? ജീവിക്കാനാണെന്ന് ഒരു നെറ്റടക്കൊരു 300 റിയാല്. അപ്പോൾ എത്ര രൂപ നാട്ടിലത്തെ? 350. അതിനും ചിലവ് കുറച്ച്. നാട്ടിലത്തെ ഒരു 700-800. അതൊരു 10ൻ്റെ ഉള്ളിൽ ഫുഡ് അടക്കോ? അത് കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം അത് ചുരുക്കി പറഞ്ഞത് ഒരു 10ൻ്റെ ഉള്ളിൽ കൂട്ടിക്കോ. അതിലും ചിലവ് കുറച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. ഇതിനും ചിലവ് കുറച്ച് എങ്ങനെ ജീവിക്കല്? അത് പ്രവാസിയായിട്ട് നിൽക്കണം, എന്നാലേ പഠിക്കുള്ളൂ. ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നാലൊന്നും ഞാൻ പഠിക്കൂല. അപ്പം ഇതാണ് ഒരു ഏകദേശം സൗദി അറേബ്യൻ്റെ ഒരു കാഴ്ച. എവിടെ പോയാലും മലയാളികൾ കിട്ടുമെന്ന് മനസ്സിലായി. ബോർഡർ ഇങ്ങോട്ട് കിടന്നിട്ടേ ഉള്ളൂ, അപ്പോഴത്തേനും ഫുൾ മലയാളികളായി. അപ്പോൾ ഇനി അടുത്ത് നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് പരിപാടികൾ നോക്കും. ഈ കാണുന്നതാണ് ഇവരെ സൂപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ പേരെന്താ? സൽമാൻ. തൂക്ക് സമീത്തു സൽമാൻ. ഇത് മലയാളീൻ്റെ ആണോ അല്ലെങ്കിൽ അറബീൻ്റെ ആണോ? മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇവിടുത്തെ ഡീസലിന് പെട്രോളിന് എന്താ വില? ഇവിടെ പെട്രോളിൻ്റെ വില പിന്നെ 1.5 ഇന്ത്യൻ പൈസ? ഇന്ത്യൻ പൈസ ആകുമ്പോൾ ഒരു 30 റുപ്യ. ആ, ഡീസലിനോ 2.5 അല്ലേ? 2.5 ഒന്നും വരില്ല. ഡീസലിന് 1.5 ചോട. 1.5 ചോടയാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര വിലക്കുറവാണല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കടയൊക്കെ ഒന്നും കയറില്ല. നമ്മളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പുരയൊക്കെ ക്ഷണിച്ചിരിക്കണം നമ്മളെ. നമ്മൾ ഓരോ പുരയൊക്കെ പോവാണ്. എന്നിട്ട് ഫുഡ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ എത്തി നോക്കട്ടെ എന്താണ് ഫുഡ് എന്ന്. വലിയ ഹൈ ക്ലാസ്. ഇന്നെന്തേക്കും? ഇന്ന് ബിരിയാണിയാണ്. അപ്പോൾ കുക്ക് വേറെ ഉണ്ടോ? കുക്ക് വേറെ ഉണ്ട് ഇതിനായിട്ട്. അതൊക്കെ ഉണ്ട്. അല്ല, ഓ ഇവിടെ തന്നെയാണ് അല്ലേ? കുറേ നടക്കാനൊന്നുമില്ല. അതാ, ഓ ഇവരൊക്കെ എന്തൊരു സുഖമല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പണിയെടുക്കണം. സുഖം എന്ന് വെച്ചാൽ പെട്ടെന്ന് റൂമൊക്കെ പോവാ. അതെ. നിങ്ങൾ ഇവിടുത്തെ കർമ്മി പൂച്ച ആയിക്കോ? ഞങ്ങൾക്ക് 4 പേരുണ്ട് ഇവിടെ. 1 2 3 ഓക്കെ. നമ്മളിവിടെ പമ്പില് ഒരാളാണ്. ഓക്കെ ഓക്കെ. കന്യാകുമാരിക്കാരനാണ്. കന്യാകുമാരി. മലയാളം അറിയിക്കൂല അപ്പം? അറിയാം. അപ്പോൾ നമ്മളിവരെ റൂമൊക്കെ പ്രവാസീൻ്റെ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ഡ്യൂട്ടിയുള്ള ആളാ. പുള്ളി വിചാരിക്കുന്നുണ്ട് ഇതാരാണെന്ന് വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത്. മൂപ്പര് രാത്രിയിലുള്ള കാഷ്യറാണ്. ഓക്കെ. ആ ഭക്ഷണം കഴിക്കണം. ഓക്കെ. എങ്ങോട്ടാ കയറണ്ടേ? സ്വാഗതം ഇങ്ങോട്ട്. ഹലോ, മലയാളം? പമ്പിലുള്ള മലയാളിയാണോ? മലയാളിയാണ്. ഓക്കെ. ഹലോ. കടയിൽ അഫ്ഗാനി? രാത്രി അഫ്ഗാനിയാ? പാകിസ്ഥാനി. ഓക്കെ. ഞാൻ എന്നെ എവിടെയും കാണാൻ ചാൻസ് ഇല്ല. യൂട്യൂബിൽ അല്ല, അത് നിങ്ങൾ ഈ ക്യാമറ കണ്ടിട്ട് പറഞ്ഞല്ലേ? യൂട്യൂബിലുണ്ട്. ഇല്ലല്ലോ. എന്ന് എന്റെ പേര് പറയുങ്ങളെ. പേര് ഇങ്ങനെ കൊടുത്തല്ല. എന്നാ എന്റെ ഏത് വീഡിയോ കണ്ടെന്നെങ്കിലും ഒന്ന് പറയും. അതും പിടുത്തല്ല. ക്യാമറ കണ്ടിട്ട് പറഞ്ഞേ. നാട്ടില് വയനാട് കൽപ്പറ്റ. എനിക്ക് ബിരിയാണി ഉണ്ട് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്നാണ്. സാധനം ഉണ്ട്. നോട്ടെ. കേരള ബിരിയാണിയാണോ? കേരള ബിരിയാണി ഇതൊക്കെ ഡെയിലി. ഞാൻ ഇന്നിപ്പോ വന്നിട്ടേ ഉള്ളൂ. ജോർദാൻ ഇങ്ങോട്ട് എത്തിട്ടാ. ഇല്ല, ഞാൻ ഇപ്പൊ ബസ് ടാക്സിക്കാ വന്നു ഇവിടെ വരെ. ഇനിയിപ്പോ ബസ് ഉണ്ട് ഇവിടുന്ന് വൈകിട്ട് മദീനക്ക്. ഇവിടെ ഇവിടെ ആണ്. എനിക്കാണത്. കഴിക്കൂല. പോട്ടെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. പോട്ടെ. ഞാൻ വേണമെങ്കിൽ ഇടാലോ. ഇല്ല. ഞാൻ എന്റെ വയറെന്താ അറിയോ നിറഞ്ഞിട്ടേ. എനിക്ക് ഞാൻ പറയണേ അതുകൊണ്ടല്ല, സാധനല്ലായിട്ടല്ല. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഇട്ടോളാം.
ആ ആയിക്കോട്ടെ, അത് ഓക്കെ, അത് നല്ല സെറ്റാണ്. എന്താന്ന് പോയി അല്ല എനിക്ക് എൻ്റെ വയറെന്താ പറയുക, ഇത്തിരി കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു. എവിടെ കയ്യൊക്കെ ഉള്ള സെറ്റപ്പ്? ഈ ചോറ് ഇപ്പൊ എന്താ നീ കഴിച്ചിട്ട് കാര്യം? ഇനിയിപ്പോൾ സൗദിയിൽ ഇപ്പോൾ ഞാൻ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യം വരില്ല അല്ലേ? എല്ലായിടത്തും മലയാളികൾ ഉണ്ടാവില്ലേ? അത് വളരെ കുറവാട്ടോ. 4 മാസങ്ങൾക്ക് ശേഷം ബിരിയാണി കഴിക്കാൻ പോണേ. ബിരിയാണി നിങ്ങൾ കഴിക്കില്ലേ? ഞാൻ കുറച്ചുകൂടി കഴിക്കും. കേരള ബിരിയാണി തന്നെ ഗൈസ്. മലപ്പുറം ബിരിയാണി എന്തായാലും നിങ്ങൾ എന്നുണ്ടാക്കില്ലപ്പോ? ഉച്ചന്റെ കുക്ക് മല്ലി ഇവിടെ വന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞ തെറികളൊക്കെ ഞാൻ തിരിച്ചെടുത്തിട്ടാ. ഏത് പിന്നെ ഡ്രൈവർ എന്നെ പറ്റിച്ചാണെങ്കിലും അത് കാരണം എനിക്ക് ഇവരെ കണ്ടുമുട്ടാനായി, ഇവരെ സ്നേഹം കണ്ടോ. ഇപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളി സൂപ്പർ. അതാണ് മലയാളികൾ, പ്രവാസികൾ. ഒന്നും നോക്കാതെ നമ്മൾ സഹായിക്കും. ഇതിനപ്പുറത്ത് എന്ത് വേണം? ഇപ്പോൾ വയറിഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ. ഒരു അടിപൊളി ബിരിയാണിയേനു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ബിരിയാണി കഴിച്ച് എനിക്കെന്താ പറയുക, ഇപ്പം വയറ് കിടന്ന് എരിയണേ. കാരണം കഴിഞ്ഞ 4 മാസമായിട്ട് എരിവൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എരി കഴിച്ചപ്പം ചെറിയൊരു എരിവ്, കുഴപ്പമില്ല, മുഷ്കിൽ ആഹാ. അപ്പം എല്ലാ പിന്നെ പ്രവാസികൾക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം നിങ്ങളൊക്കെ നല്ല അടിപൊളി മനുഷ്യന്മാരാണ്. ഞാൻ ഇന്നവരെ ഒരു സ്ഥലത്ത് പോയിട്ട് പണിയെടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. വാപ്പ പറഞ്ഞിട്ടുള്ള അറിയുള്ളൂ. അപ്പം വാപ്പ ഇവിടെയാണ് പണിയെടുത്തത് പണ്ട് ഒരു 13 വർഷം. ദമാമിൻ്റെ അടുത്ത് കപ്ചി എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. ഇന്ന് നമ്മൾ മദീനക്കാണ് കേട്ടോ പോണേ. എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവർ വിളിച്ച് ചോദിക്കാറുണ്ട് ബസ്സിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ, അതിനനുസരിച്ച് പോവാം. ഇപ്പോൾ ഇവിടെ ചൂട് 40 42 ആണ്. കഴിഞ്ഞ ആഴ്ച 50 എന്നാണ് പറഞ്ഞത്. ഭയങ്കര ചൂടേനു. ഇപ്പോൾ കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അവിടെ കുറേ നേരമായിട്ട് ഇരിക്കുന്നു. അപ്പം മലയാളികളെ കൂടെ കൊണ്ട് സുഖമുണ്ട്. ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ സമയം 2 മണിയായി. അപ്പോൾ ഇവിടെയും സിം കാർഡിൻ്റെ ഷോപ്പില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് അവിടെ പോയാൽ സിം കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. പോയി നോക്ക്, ഇപ്പോൾ ചിലപ്പോൾ തുറക്കുള്ളൂ പറഞ്ഞവർ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ സിം കാർഡ് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മൾ മദീനക്ക് പോകുമ്പോൾ പിന്നെ അവിടെയുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ രാത്രിയൊക്കെ അവിടെ രാത്രിയൊക്കെ അവിടെ ഞാനവിടെ എത്തുക ചിലപ്പോൾ. അപ്പോൾ അവരോട് പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് സിം ഉണ്ടോ നോക്കട്ടെ ആദ്യം. പിന്നെ സിം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മളെ സിം. STC സൗദീൻ്റെ എന്തോ ആണ്. 60 ദിനാറാണ്. 60 ദിനാറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസയായി. 1000 മേലെയായി. 10 റുപ്യ ഉണ്ട് ഒരു സിം കാർഡ് എടുക്കണേ. എന്നെ പറ്റിച്ചതാണോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. സൗദി അറേബ്യയിലുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫിംഗറൊക്കെ വെക്കണം കേട്ടോ. ദിസ് ഫിംഗർ ടീക്കേ ഓക്കെ. അപ്പം ഫിംഗറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിം ഇപ്പം കിട്ടും. STC സിം കാർഡ് ഏറ്റവും ബെസ്റ്റ് അതാണെന്നാണ് ഇവിടെ കേട്ടിട്ടുള്ളത്. നമ്മൾ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് സിം കാർഡൊക്കെ കിട്ടി. സിമ്പിൾ വർക്ക് ചെയ്തു. 4G 18 GB ഉണ്ട് എന്നാണ് പറഞ്ഞത്. മതിയാവും. ബാക്കി എല്ലായിടത്തും നമുക്ക് വൈഫൈ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതിവിടെ ഷവർമ കട, അങ്ങനത്തെ കട, ഇങ്ങനത്തെ. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും പകരം പെട്രോൾ പമ്പാന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ കൂടുതൽ പെട്രോൾ പമ്പാണ്. ഇതൊരു പെട്രോൾ പമ്പ്, അവിടെ ഒരു പെട്രോൾ പമ്പ്, തൊട്ടപ്പുറത്ത് വേറൊരു പെട്രോൾ പമ്പ്, അത് അവിടെയും പെട്രോൾ പമ്പ്. ഒരു പെട്രോൾ പമ്പും കൊണ്ടാണ് ജീവിക്കുന്നത്. സൗദിയിലാണല്ലോ എണ്ണയ്ക്ക് വേറെ ഒരു പിന്നെ പെട്രോൾ ഓടിക്കലെന്നാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്നെ മെക്കിട്ട് കയറി സൗദിക്കാരി പ്ലീസ്.
അപ്പം എന്നെ പറ്റിച്ചോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. 60 റിയാലാണ് ഞാൻ കൊടുത്തത്. പിന്നെ സിം കാർഡിന് 18 GB. ഓക്കെ, അതിൽ കോളിംഗ് ഉണ്ടോ എന്നറിയില്ല, കോളിംഗ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം. പിന്നെ ഇവിടെ ബോർഡറിൻ്റെ അടുത്തുള്ള റോഡായത് കൊണ്ടാണ് തോന്നുന്നത് നല്ല അലങ്കരിച്ചിരിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചൂടത്ത് നടക്കാൻ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണിക്കും, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ എൻ്റെ ബസ് ശരിക്കും അപ്പുറത്താണ് കേട്ടോ, ഇവിടുന്ന് ഒരു 800 മീറ്റർ പോയിട്ടാണ്. അപ്പോൾ ഇവർ വിളിച്ച് ചോദിക്കട്ടെ പറഞ്ഞേ, ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ പോയാൽ മതി, അവിടെ ബോറടിച്ചിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനാണ്. ആൾക്കാരൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിൽക്കുൾ ടീക്കെ. അപ്പോൾ നമുക്ക് നടക്കാം. ഫൈനലി നമ്മളെ ബസ് വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മളെ ബസ് ഇട്ടാ. ഇത് എൻ്റെ ലഗേജ് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ബസ്സാണ് കണ്ടിട്ടൊക്കെ. അപ്പം നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ മദീന എത്തും എന്നാണ് വിചാരിക്കുന്നത്. ഇനി പോണ വഴിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ നമ്മളെ മലയാളികൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ്, ബിസ്ക്കറ്റ്, കേക്ക് എല്ലാം തന്നു വിട്ടിട്ടുണ്ട്. നല്ല ആൾക്കാരാണ്. ഇങ്ങനെ സ്നേഹമുള്ള ആൾക്കാർ ലോകത്തുണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബസ്. അടിപൊളി സീറ്റ്. ഞാൻ ഈ സീറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം ചാർജർ ഉണ്ട്, പക്ഷേ മറ്റേ ടൈപ്പാണ്. എൻ്റെ 2 സൈഡും സി ടൈപ്പായി പോയി, ഇല്ലേ വർക്ക് ചെയ്യായിരുന്നു. നമുക്ക് നോക്കാം, ആരുടെടുത്തെങ്കിലും സാധനം ഒപ്പിച്ചിട്ട് നമുക്ക് കുത്തി വെക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. എന്തായാലും 4:10 ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. ഒരു TV കാര്യങ്ങൾ എല്ലാം ഉണ്ട്, AC ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും പറ്റിച്ചിട്ടില്ല. സൗദി അറേബ്യൻ ബസ്സാട്ടോ. ഇതൊക്കെ എന്താണപ്പോൾ അറിയില്ല, ഇതൊക്കെ പോയി വീണ്. ഇതിനൊക്കെ 2 ഉണ്ട്, അറിയില്ല എന്തോ ആണ്. സീറ്റ് ബെൽറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബേക്കിൽ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങും. കൊള്ളാം. ഇതിന് തംസപ്പ്. അങ്ങനെ ഗൈസ്, വൈകിട്ട് 5:30 ആയപ്പോൾ നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ അവിടെ എത്തിയിരിക്കും മദീനയിൽ. ഹോപ്പ്ഫുള്ളി. ഇവിടെയാണ് ഞാൻ 6-7 മണിക്കൂർ കുടുങ്ങി കിടന്ന സ്ഥലം. കൊള്ളാം ഗൈസ്. ഇവിടെ വണ്ടി പെട്രോൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് പൊന്തിച്ച് വെച്ചിട്ടാണ്. എന്തിനാണോ ഫുൾ ടാങ്ക് അടിക്കാനായിരിക്കും. ഇപ്പോൾ വിഷ്വൽ കാണിച്ചുതരാം, കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചുതരാം. ഇതുണ്ടോ, വണ്ടി ഒരു സൈഡ് മൊത്തം പൊന്തിച്ച് വെച്ചു. എന്തിനാ? ഫുൾ ടാങ്ക് അടിക്കാനായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ടു മദീന. ഇനി നമുക്ക് രാത്രി ഫുള്ള് കാഴ്ചകൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നത്ര ഞാൻ കാണിക്കാം. ഓക്കെ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതിട്ടാ. ചെറിയ ചെറിയ ടൗണും അതിലത്തെ വീടുകളും എല്ലാം ഫ്ലാറ്റ് പോലെ ഇട്ടാ. റെസിഡൻഷ്യൽ ഏരിയാസ്. ഇതിൽ ഇന്ത്യക്കാർ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ജോർദാൻ, അങ്ങനെ ഒരുപാട് രാജ്യത്ത് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മലയാളികൾ ഒരു രാജ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം. നമ്മൾ വേറെ തന്നെയാണ്. അത്രക്കും ഇവരെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമ്മളാണ് ശരിക്കും. സൗദി അറേബ്യൻ്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയിലാട്ടോ നമ്മൾ. രാത്രി ആയപ്പം ആദ്യത്തെ സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. രാത്രി 8 മണിയായി. എല്ലാവർക്കും നിസ്കരിക്കാനും ഇതിനൊക്കെ ആയിട്ട് നിർത്തിയത് കേട്ടോ. യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ കൂടുതൽ വീഡിയോസ് എടുക്കുന്നില്ല, കാരണം വണ്ടി തന്നെയാണ്. ഇപ്പോഴാണ് ആദ്യത്തെ സ്റ്റോപ്പ്. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാനിവിടെ നിന്നൊരു ഗാലക്സി വാങ്ങി, അത് കഴിച്ചുകൊണ്ടിരിക്കുക. 3.5 റിയാലായി. രാത്രി 1 മണി, 2ാമത്തെ സ്റ്റോപ്പ് വണ്ടിക്കിട്ടാ. നല്ലൊരു പെട്രോൾ പമ്പ്. ഇനി 4.5 മണിക്കൂർ 5 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനും പിന്നെ ബാത്റൂം പോകാനൊക്കെ വേണ്ടി നിർത്തിയാണ്. ഓക്കെ, ഞാൻ സൗദിയിൽ വന്നതിന് ശേഷം കണ്ടത് എല്ലാ ഏരിയയിലും കുറേ പൂച്ചകളുണ്ട് കേട്ടോ. പ്രവാസികൾ പൂച്ചകളെ നല്ലോണം നോക്കുന്നുണ്ട്. എന്തായാലും
അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ മദീന എത്തിയിരിക്കുകയാണ്. പുണ്യമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ 7:30 ആയി ഇവിടെ എത്തിയപ്പം. കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പക്ഷെ പുള്ളി കുറച്ചുകൂടി ടൗണിലോട്ടാണ്. ഞാൻ കുറച്ച് ടൗണിൻ്റെ പുറത്താണ് ഇവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിനി അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ ഇനി ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ സഹായിച്ച ഫസ്റ്റ് ദിവസം സഹായിച്ച എല്ലാവരോടും നന്ദി. ഞാൻ തുടക്കത്തിൽ കുറച്ച് ഞാൻ ചൂടായി പോയിട്ട് ക്ഷമിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട്